ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് യു മെജസ്റ്റി എന്ന കൊറിയൻ ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിലായിട്ട് നമ്മുടെ ജോസിയോൺ കിങ് ആയിട്ടുള്ള ഈഹണ്ടിന്റെ ബ്രദർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ അവന്റെ അച്ഛന്റെ വേറൊരു ഭാര്യയിലുണ്ടായ ജിൻ മിയോങ് എന്ന കുട്ടി പ്രിൻസ് ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് വരികയും നമ്മളുടെ റോയൽ കുക്കായിട്ടുള്ള യൻജി അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ അവന്റെ അമ്മ ഇപ്പോൾ അവളെ വന്ന് അറസ്റ്റ് ചെയ്തിട്ട് അവനെ കൊല്ലാൻ നോക്കിയെന്നുള്ള ലേബിളിൽ അവളെ ജയിലിൽ അടച്ചു വെക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ കിങ് ആയിട്ടുള്ള ഈഹണ്ട് ആകട്ടെ നമ്മുടെ യൻജിയെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഗ്രീൻ ഹൗസിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി നിൽക്കുന്ന നേരം തന്നെ മറു സൈഡില് നമ്മുടെ യൻജി ആകട്ടെ ആകെ ടോർച്ചർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം നമ്മുടെ യൻജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന കുക്കുമാരെല്ലാം നടന്ന കാര്യങ്ങളൊക്കെ ഊനച്ചനെ അറിയിക്കുമ്പോൾ അവനത് നേരെ തന്നെ ചെന്നിട്ട് കിങ്ങിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് വളരെയധികം ദേഷ്യപ്പെടുന്ന കിങ് ഇപ്പോൾ നേരെ ചെന്നിട്ട് യൻജിനെ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പ്രിസൺ തുറക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടേക്കും ഈ ജിൻ മിയോങ്ങിന്റെ അമ്മ വന്നിട്ട് തനിക്കൊരിക്കലും കീ തരാൻ പറ്റില്ലെന്നും അവള് മനഃപൂർവ്വം തന്റെ മകനെ കൊല്ലാൻ നോക്കിയതാണെന്നും അവളെ അങ്ങനെ ചെയ്യിപ്പിച്ചത് കിങ് തന്നെയാണെന്നുള്ള രീതിയിൽ ഈഹണ്ണെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു പാലസിന്റെ രണ്ടാമത്തെ പ്രിൻസ് ആയിട്ട് വരുന്നത് ആ ഒരു കുട്ടി ആയതുകൊണ്ട് അവനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈഹൻ കണ്ടുപിടിച്ചൊരു വഴിയായിട്ടാണ് അവന്റെ അമ്മ അത് കണ്ടിരുന്നത്. ഇതേ നേരം അവൻ വളരെയധികം വയലന്റ് ആവുന്നത് കാണുന്ന യൻജി ഇപ്പോൾ അവനോട് കാം ഡൗൺ ആവാനും ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട സമയമല്ലെന്നും എങ്ങനെയെങ്കിലും തന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിട്ട് അവളെ സഹായിക്കാനും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഈഹൻ നേരെ തന്നെ അവന്റെ ഫിസീഷ്യൻസിന്റെ അടുത്തൊക്കെ ചെന്നിട്ട് ജിന്നിന് വയ്യാണ്ടാവുന്നേക്കാളും മുമ്പ് ആ ഒരു കൊട്ടാരത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവർ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡില് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്തതെന്ന് പോലും വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിക്കാനായിട്ട് അവൻ എല്ലാവരോടും പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്റെ റോയൽ കുക്കായിട്ടുള്ള യൻജി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന ഉറപ്പോട് കൂടിയിട്ട് ഇതിൽ ആരോ റോയൽ കുക്കിനെയും മനഃപൂർവ്വം തന്നെ പെടുത്താൻ വേണ്ടി സെറ്റ് ചെയ്തൊരു പ്ലാൻ ആണെന്ന് മനസ്സിലാക്കി ഇതിന് പുറകിലുള്ള സത്യം കണ്ടുപിടിക്കാനായിട്ട് അവനിപ്പോൾ നേരെ നമ്മുടെ ജിന്നിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് അവൻ എങ്ങനെയുണ്ടെന്നും അവന്റെ നിലവിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നേരം ഇതുവരെ അവന് ബോധം വന്നിട്ടില്ലെന്നും അവൻ എന്താണ് ശരിക്കും പറ്റിയതെന്ന് ആർക്കും ഇതുവരെ പറയാനായിട്ട് സാധിക്കില്ലെന്നും അവിടെയുള്ള ഒരു ഫിസീഷ്യൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ ആ ഒരു റൂം ഫുള്ള് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആ ഒരു കുട്ടിയുടെ റൂമിലായിട്ട് എന്തോ മെഡിസിനൽ ആയിട്ടുള്ള ഹെർബുകൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പെങ്ങും ഇങ്ങനൊരു സാധനം ഇവിടെ കാണാത്തതുകൊണ്ടും വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഈ ഒരു കാര്യം തോന്നുന്ന അവൻ പെട്ടെന്ന് തന്നെ അത് ചെക്ക് ചെയ്യണമെന്ന് ആജ്ഞാപിക്കുന്നുണ്ട്. അങ്ങനെ ഈഹൺ അവളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ അവന്റെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഗ്രാൻഡ് ക്വീൻ ഇപ്പോൾ നേരെ ജിന്നിന്റെ അമ്മയുടെ അടുത്ത് നിന്നും യൻജിയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു പ്രസന്റെ താക്കോല് വാങ്ങിച്ചിട്ട് നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്തായാലും നല്ലൊരു കുക്കാണെന്നും നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നും ഞാൻ വിചാരിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ 3 ദിവസം തരാമെന്നും അതിന്റെ ഉള്ളിൽ ഇതിന് പുറകിലുള്ള സത്യം നീ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ട് അവന്റെ ഗ്രാൻഡ് മദർ ഇപ്പോൾ അവളെ തുറന്നു വിടുന്നുണ്ട്. മാത്രമല്ല പോവും മുമ്പ് ഇനി 3 ദിവസങ്ങൾക്കുള്ളിൽ സത്യം കണ്ടുപിടിക്കാനായിട്ട് നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിന്റെ മരണത്തിന് എനിക്ക് തടയാൻ സാധിക്കില്ലെന്നും ഗ്രാൻഡ് മദർ ഇപ്പോൾ അവളെ വോൺ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഗ്രാൻഡ് മദർ ഇപ്പൊ എന്തിനു വേണ്ടിയാണ് അവളെ റിലീസ് ചെയ്തതെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ അവളും ഈഹണും ഒരുമിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ആ ഒരു കൊട്ടാരത്തിൽ ഫുള്ള് റൂമേഴ്സ് പരക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിങ്ങിന് അതൊരു ചീത്തപ്പേരാവുമെന്നും എങ്ങനെയെങ്കിലും ഇതിന് പുറകിലുള്ള സത്യം കണ്ടുപിടിക്കണമെന്നും ആ ഒരു ഗ്രാൻഡ് മദറിന് നല്ല വാശി ഉണ്ടായിരുന്നു. ഇതേ നേരം വീണ്ടും നമ്മുടെ ഈഹണ്ണെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കാണ്ട് ഒരു കാര്യത്തിന് പുറകിലുള്ള മിസ്റ്ററീസ് ഒക്കെ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് നമ്മുടെ യൻജിയുടെ സൗണ്ട് കേട്ട് അവൻ ഞെട്ടി പോകുന്നുണ്ട്. നോക്കുമ്പോൾ അവളിപ്പോ പഴയ റോയൽ കുക്കിന്റെ ആ ഒരു വേഷമൊക്കെ ധരിച്ച് അവന് വേണ്ട ഫുഡും കൊണ്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവളെ കണ്ട സന്തോഷത്തിൽ അവൻ പെട്ടെന്ന് തന്നെ അവളെ ഹഗ് ചെയ്തതിനു ശേഷം അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ നേരം നേരത്തെ മുത്തശ്ശി അവരെ പറ്റിയുള്ള റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാനിനി കൂടുതൽ അവനായിട്ട് അടുക്കുന്നത് അവന് നല്ലതല്ലെന്ന് മനസ്സിലാക്കി യൻജി മനഃപൂർവ്വം അവന്റെ അടുത്ത് നിന്ന് അകലാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഈഹൺ അങ്ങനെ പെട്ടെന്നൊന്നും അവളെ വിട്ടുകൊടുക്കാണ്ട് ഇപ്പൊ പെട്ടെന്ന് അവളെ കിസ് ചെയ്തിട്ട് അവനിപ്പോ അവന്റെ ഫീലിങ്സ് അവളുടെ അടുത്ത് തുറന്നു പറഞ്ഞ് അവളെ തനിക്ക് അത്രയും ഇഷ്ടമാണെന്ന് റിവീല് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ടും യൻജി ഇപ്പൊ അവന് മര്യാദയ്ക്ക് ഒരു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈഹൺ യൻജീനെ നിർബന്ധിച്ച് അവനോടൊപ്പം ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിപ്പിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും യൻജി ഈഹന്റെ ഒപ്പം ഇരുന്ന് ഒരുമിച്ച് ഇതുപോലെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഈ ഒരു കാര്യത്തിന്റെ സത്യം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അവന്റെ മുത്തശ്ശി അവൾക്ക് കൊടുത്തത് 3 ദിവസം ആയതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഇപ്പോ അവരുടെ മുമ്പിൽ ആകെയായിട്ട് ഒരു സംശയമായിട്ട് ഉണ്ടായിരുന്നത് വയ്യാതെ കിടക്കുന്ന ജിന്നിന്റെ റൂമിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് മെഡിസിനൽ ഹെർബുകളായിരുന്നു. അങ്ങനെ ഇപ്പോ ഈഹൺ ആ ഒരു മെഡിസിനൽ ആയിട്ടുള്ള ഹെർബുകളൊക്കെ എടുത്തിട്ട് അതിനെപ്പറ്റി തലങ്ങും വിലങ്ങും സെർച്ച് ചെയ്തിട്ട് അവൻ അറിയുന്ന മാർഗങ്ങളിലൂടെ ഒക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചും ബുക്ക് വായിച്ചും അവസാനം അത്
ടേസ്റ്റ് വരെ ചെയ്തു നോക്കി അവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ നേരം തന്നെ എന്തോ വളരെ ഫോൾസ് ആയിട്ടുള്ള രീതിയിൽ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് അതിൽ യൂസ് ചെയ്ത കാര്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മെഡിസിൻ എന്താണ് ഇതുപോലെ ഒരു കക്കുന്ന ടേസ്റ്റ് എന്ന് അവൻ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നാമത്തെ ദിവസം അവിടെ അവസാനിക്കുമ്പോഴും അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ രണ്ടാമത്തെ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യങ് ജി അറിയുകയും അവള് ഇനി തന്നെ കൊണ്ട് ഇതിലെന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഗില്ലിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഗില്ലിനും ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ബാഡ് സ്മെല്ല് അതിൽ നിന്ന് കിട്ടുന്നത്. ഗില്ലിനാകട്ടെ ഈ സ്മെല്ലിംഗ് പവേഴ്സ് വളരെ കൂടുതലായിരുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഈ റാറ്റിന്റെ ഒക്കെ വേസ്റ്റിന്റെ ഒരു സ്മെല്ലായിരുന്നെന്ന് അവൾക്ക് വേഗം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെ ഇപ്പൊ അവൾക്ക് കിട്ടിയ ചെറിയൊരു തുമ്പ് വെച്ചിട്ട് അവള് മൂന്നാം ദിവസം നേരെ കിങ്ങിനെ കാണാൻ പോകുമ്പോഴാണ് ഈഹണ്ണ് ഇപ്പൊ ആകെ വയ്യാണ്ട് പനിച്ചു വിറച്ച് കിടക്കുന്ന കാര്യം അവള് കാണുന്നത്. ഫിസീഷ്യൻ വന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് കുട്ടി പ്രിൻസ് ആയിട്ടുണ്ടായിരുന്ന ജിൻ മിയോങ്ങിന് വന്ന അതേ സിംറ്റംസ് തന്നെയാണ് ഈ ഹെണ്ണും വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് അവര് രണ്ടുപേരും കഴിച്ച ഫുഡിലൂടെ തന്നെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ വന്നിരിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ യൻജി തലേ ദിവസം ഗില്ല് സ്മെല് ചെയ്ത് ആ ഒരു റാറ്റിന്റെ വേസ്റ്റ് ആണെന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ ഒരു ഫിസീഷ്യന്റെ അടുത്ത് പറയുമ്പോൾ ഫിസീഷ്യനും ആ ഒരു മെഡിസിനൽ ഹെർബ് എടുത്തു നോക്കിയിട്ട് അത് ഒറിയോങ്ജി എന്ന് പറയുന്ന ഒരു ബീൻസ് ആണെന്നും അത് ഈ പറഞ്ഞ പോലെ റാറ്റിന്റെ ഒക്കെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒന്നാണെന്നും പറയുന്നുണ്ട്. ശരിക്കും ഈ ഒറിയോങ്ജിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ ഗിൻസങ് എന്ന് പറഞ്ഞാൽ അവര് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പോയ്സൺ ആയിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ള ഒരു സത്യം ഇപ്പൊ ആ ഒരു ഫിസീഷ്യൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഗിൻസങ് ആകട്ടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളതും റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് ഈ ഗിൻസങ് വെച്ചുള്ള ഒരു ഫുഡായിരുന്നു അന്ന് യോഞ്ചി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒപ്പം ഈ ഒരു മെഡിസിനൽ ഹെർബ് കൂടി ആ ഒരു കുട്ടിക്ക് കൊടുത്ത കാരണം കൊണ്ടാണ് അതൊരു പോയ്സൺ ആയിട്ട് അവന്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു എഫക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിനെപ്പറ്റി ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ആദ്യ ദിവസം തന്നെ കിങ് ആ ഈഹണും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ കാരണം കൊണ്ട് അവനും ഈ ഒരു അസുഖം വളരെ ലൈറ്റായ രീതിയിൽ വരാണ് ഉണ്ടായത്. അങ്ങനെ ഇപ്പോ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ റിവീൽ ചെയ്തതിനു ശേഷം ഈഹണ് ഇപ്പോ ഒരു ഫിസീഷ്യന്റെ അടുത്ത് ഇതിന് പറ്റുന്ന എന്തെങ്കിലും ഒരു മരുന്ന് എത്രയും വേഗം ഉണ്ടാക്കാനായിട്ട് ഫിസീഷ്യന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അവൻ സോങ്ജേനെ കൊണ്ട് ജിന്നിന് ഈ ഒരു മരുന്നുകൾ ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്നും ഈ ഒരു മരുന്ന് എങ്ങനെയാണ് കൊട്ടാരത്തിൽ എത്തിയെന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഒരുപാട് ഫിസീഷ്യൻസിനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ കൊട്ടാരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയ്ഡായ ഇയോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ മെഡിസിനൽ ഹെർബ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതെന്നും കുറേ ദിവസങ്ങളായി അവളെ കൊട്ടാരത്തിലെങ്ങും കാണാനില്ലെന്നും അവർ റിവീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിങ് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവളെ കണ്ടുപിടിക്കാനായിട്ട് ഗോങ്ങിനെ അയക്കുന്നുണ്ട്. ഇതേ നേരം ശരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് കൺസോർട്ടായിട്ടുള്ള മുക്ചു ആണെന്നും അവളും ജെസനും കൂടി പ്ലാൻ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാനായിട്ട് ഒരു കള്ളത്തരങ്ങളൊക്കെ ചെയ്ത മെയ്ഡായിട്ടുള്ള ഇയോനെ കൊന്നുകളയാനും അവളിപ്പോ അവളുടെ മെയ്ഡിനെ തെരഞ്ഞുപിടിച്ച് അയക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ആ ഒരു കുട്ടിയെ കൊല്ലുന്നേക്കാളും മുമ്പ് ഗൊങ്ങ വന്ന് അവളെ രക്ഷിക്കുന്നുണ്ടെങ്കിലും അവള് ജെസന്റെ പേര് പറയും മുമ്പ് തന്നെ അവിടേക്ക് ഒരു സോൾജിയർ വന്ന് അവളെ അമ്പ് ചെയ്ത് കൊന്നു കളയുന്നുണ്ട്. അങ്ങനെ ആ ഒരു മെയ്ഡിനെ കൊല്ലാൻ നോക്കിയ ഒരു കുറ്റത്തിന് മുക്ജുന്റെ മെയ്ഡായിട്ടുള്ള ആ ഒരു ലേഡിയെ അവൻ പിടിച്ചുകൊണ്ട് വരികയും പിന്നീട് അതിനെ തുടർന്ന് അവരെ ജയിലിലടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും തനിക്ക് അവളോട് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും അവൾ ഇങ്ങനെ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഇപ്പോ കുറ്റങ്ങളും റൂമേഴ്സൊക്കെ ചെറുതായിട്ട് മുക്ജുവിനെതിരെ വന്ന കാരണം കൊണ്ട് എന്തായാലും താൻ ഇന്നസെന്റ് ആണെന്നുള്ളൊരു കാര്യം ഈഹന്റെ ഹെൽപ്പോടുകൂടി തന്നെ യൻജി പ്രൂവ് ചെയ്ത കാരണം കൊണ്ടും അവൾക്കിപ്പോ ഒട്ടും തന്നെ പേടിക്കാണ്ട് അവളുടെ നിരപരാധിത്വം ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇതേ നേരം തന്നെ ആ ഒരു അസുഖത്തിനായിട്ടുള്ള മരുന്ന് റെഡി ആവുമ്പോൾ അവരെല്ലാരും കൂടി ആ ഒരു മരുന്ന് കൊണ്ടുവന്ന് ജിന്നിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ജിന്നാകട്ടെ ആ ഒരു മരുന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും പിന്നീട് ഒട്ടും തന്നെ പറ്റാണ്ട് അവൻ അതൊക്കെ വോമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇതേ നേരം തന്നെ അവന്റെ ബോഡിയിൽ ഒരുപാട് ദിവസം ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഒട്ടും തന്നെ എനർജി ഇല്ലെന്നും ഇങ്ങനൊരു ബോഡിയിൽ ഈ മെഡിസിൻ കഴിച്ചിട്ട് പ്രയോജനമില്ലെന്നും പറയുമ്പോൾ യൻജി ഇപ്പോൾ അവൻ എന്തെങ്കിലും നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവന്റെ എനർജി റീഗെയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ഉടനെ തന്നെ അവളുടെ ബാക്കി കുക്കുമാരെയൊക്കെ വിളിച്ചിട്ട് അവൾ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയും പെട്ടെന്ന് തന്നെ അവരത് ഉണ്ടാക്കി കൊണ്ടുവന്ന് ജിന്നിന് മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ അവന്റെ അമ്മ ഇപ്പോൾ അവളിലുള്ള ആ ഒരു ഡൗട്ട് മാറാണ്ട് ഇത് കഴിക്കാൻ കൊള്ളുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും നോക്കാതെ ഈഹൻ തന്നെ അതിന് ടേസ്റ്റ് ചെയ്തതിനു ശേഷം ഇനി ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അവളുടെ മുഖത്ത് തന്നെ നോക്കി ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ അത് ജിന്നിന് കൊടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ജിന്ന് ഇപ്പൊ റീകവർ ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കാണുമ്പോൾ അവരെല്ലാവർക്കും ഒരു സമാധാനമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ഈഹണിപ്പോ നേരെ നമ്മുടെ യൻജിയെ ചെന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും പിന്നീടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവളും അതിന് ഓക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ കൺസോർട്ട് ആയിട്ടുള്ള മുക്ജു ഇപ്പോ അവളുടെ ഒപ്പം ഇത്രയും നാളും വിശ്വസ്തയോടുകൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മെയ്ഡിന്റെ അടുത്ത് ചെന്നിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടായാലും
അവളുടെ കയ്യിലിരുന്ന ഒരു കത്തി വെച്ച് അവളുടെ ആ ഒരു മെയ്ഡിനെ കൊന്ന് കളയുന്നുണ്ട്. ഇങ്ങനെ അതിനുശേഷം ഈഹൺ ഇപ്പൊ നേരെ യഞ്ചി കാണാനായിട്ട് ആദ്യമായിട്ട് അവർ കണ്ട ആ ഒരു ഡാൻസറിന്റെ കോസ്റ്റ്യൂമിൽ വരുന്നുണ്ട്. കാരണം ഈ അടുത്ത് അവരുടെ ഗ്രാൻഡ് മദറിന്റെ ബർത്ത്ഡേ ആണെന്നും അന്ന് അവൻ ഗ്രാൻഡ് മദറിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ഡാൻസ് കളിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവനിപ്പോ അവളുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്. ഇതേ നേരം അവനിങ്ങനെ അവളുടെ മുമ്പിൽ എക്സലന്റ് ആയിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അവർ തമ്മിലുണ്ടായ പഴയ കാര്യങ്ങളൊക്കെ യഞ്ചി ഓർക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ വേറൊരു ഭാഗത്ത് നമ്മളെ ജെസനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ എന്തോ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ പേരിലായിട്ട് നമ്മുടെ ഈഹന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ പ്രസന്റിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല പോരാത്തതിന് ഈഹന്റെ മെന്റലി അത്രയ്ക്കും സ്ട്രോങ് അല്ലാത്ത മരിച്ചുപോയ അവന്റെ അമ്മയുടെ മദറിനെയും അവൻ അവിടെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ കാണുന്നുണ്ട്. ടേൺസ് ഔട്ട് ഈ ഒരു ഗ്രാൻഡ് മദറിനെ വെച്ചിട്ട് എന്തോ ഒരു കാര്യം പൊളിക്കാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡോളിന്റെ കയ്യില് ഈഹന്റെ മരിച്ചുപോയിട്ടുള്ള അമ്മയുടെ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെന്നും അവന്റെ അമ്മേനെ എല്ലാരും കൂടി കൊന്നുകളഞ്ഞ അന്ന് അവന്റെ അമ്മയുടെ ആ ഒരു ബ്ലഡ് വീണ ആ ഒരു ക്ലോത്ത് അവന്റെ ഗ്രാൻഡ് മദർ സൂക്ഷിച്ചു വെക്കുകയായിരുന്നെന്നും ഇപ്പൊ മെന്റലി സ്ട്രോങ് അല്ലാത്ത അവന്റെ മുത്തശ്ശി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബ്ലഡ് സ്റ്റെയിൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈഹനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ടാണ് അവൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഈഹൻ ഇത്രയും നാളും അവന്റെ അമ്മയുടെ മരണത്തിനെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ അന്വേഷിച്ചടക്കുകയും മാത്രമല്ല തന്റെ അമ്മയുടെ മരണത്തിന് പുറകിലായവരെ കണ്ടുപിടിച്ച് അവരെ കൊന്നുകളയണമെന്നുള്ള അത്രയും റിവെഞ്ച് മൈൻഡിൽ തന്നെ നടക്കുന്ന ഒരാളായതുകൊണ്ട് ശരിക്കും അവന്റെ അമ്മയുടെ മരണത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള അവന്റെ ഗ്രാൻഡ് മദർ അടങ്ങുന്ന മിനിസ്റ്റേഴ്സ് അടങ്ങുന്ന എൻറ്റയർ റോയൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഈഹനെ കൊണ്ട് കൊല്ലിപ്പിച്ചിട്ട് അങ്ങനെ ആ ഒരു കൊട്ടാരം ഫുള്ള് കൊലപാതകങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഈഹനെ ഒരു കിങ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നും ഡീത്രോൺ ചെയ്യുന്നതിനും അങ്ങനെ അവനെ എലിമിനേറ്റ് ആക്കാനായിട്ടാണ് അവനിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവന്റെ ഗ്രാൻഡ് മദറിന്റെ ബർത്ത്ഡേ തന്നെ ഇതിന് വേണ്ട ഒരു മുഹൂർത്തമായിട്ട് അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈഹനെ കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് അവനെ ഡീത്രോൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് കൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കെ ഇതേ നേരം ഇതൊന്നും അറിയാണ്ട് ഈഹോണിപ്പോ നമ്മുടെ യഞ്ചീനെ കണ്ടിട്ട് അവൾ ഫ്യൂച്ചറിൽ നിന്ന് വന്ന കാര്യം താൻ ഒരുപാട് നാൾ മുമ്പ് മനസ്സിലാക്കിയതും പക്ഷെ ഒരിക്കലും അവൾ ഫ്യൂച്ചറിലേക്ക് തിരികെ പോവരുതെന്ന് താൻ ആഗ്രഹിക്കുന്ന കാര്യം കാരണം അവന് അവൾ അത്രയും ഇഷ്ടമാണെന്നുള്ള ഒരു കാര്യം അവനിപ്പോ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞ് റിവീൽ ചെയ്ത് അവന്റെ ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്ത് ഒരു റിങ് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്ത് അവളെ കിസ് ചെയ്യുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളുടെ ഈ ഒരു ഡ്രാമയ്ക്ക് ഇനി 2 എപ്പിസോഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരു യുദ്ധം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ജെസിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതിനിടയിൽ നമ്മുടെ യഞ്ചിയുടെ തിരികെയുള്ള പോക്കും ഫ്യൂച്ചറും എങ്ങനെയായിരിക്കും മാറുന്നോ ചേഞ്ച് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. എനിവേ അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്കിതെല്ലാം നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.